ഹായ് ഹലോ, ഇപ്പോൾ ഗൗരീശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗൗരീശങ്കരത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് മാത്രമല്ല, ഒരു 8ന്റെ പണിയാണ് ഇന്നത്തെ ഗൗരീശങ്കരത്തിൽ നമ്മളെ ചാരങ്ങാട്ട് പ്രധാനമായിട്ട് കാണാൻ പോകുന്നത്. ഇന്നത്തോടുകൂടി ശേഖരന്റെ കളികൾ ഏകദേശം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ രാധാമണിക്ക് വേണ്ടിയിട്ടാണ് കമല ആ ഒരു പച്ചമുളക് ജ്യൂസൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അവസാനം അത് കമലയ്ക്ക് കൊടുത്ത് കമല എന്ത് ചെയ്യും പറ്റും എന്നൊക്കെ ആലോചിച്ചപ്പോൾ നമ്മൾ ജോലിക്കാരിക്ക് ചെറിയൊരു എല്ല് കൂടുതലാണെന്ന് കമലയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു ജ്യൂസ് അത്രയും ആ ജോലിക്കാരിയെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. അങ്ങനെ കുടിച്ച് കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊണ്ട് കുടിപ്പിക്കുന്നത്. അവസാനം അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ദേഹമെല്ലാം ഇങ്ങനെ കിടന്ന് കത്തി കത്തി നിൽക്കുവാണ്. അവസാനം അവർ ഓടിപ്പോയി സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിയാണ് ഇച്ചിരി ഒന്ന് ആശ്വാസം കണ്ടെത്തിയത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശേഖരൻ നേരെ ഗംഗയുടെ റൂമിൽ പോകും. അപ്പോൾ ഗംഗ ഇതിനിടയ്ക്ക് വെച്ച് ചെറിയൊരു ആലോചനയിലാണ്. എന്തായാലും ശങ്കറും ഗൗരിയും ആ ഒരു സമയത്ത് വന്നതും പിന്നെ ഗൗരി എൻട്രൻസിന് ചേർത്ത കാര്യങ്ങളൊക്കെ ഗംഗ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താ ഇങ്ങനെ ഗൗരിയോട് ചെറിയൊരു അസൂയ തോന്നുന്നുണ്ടോ? ശങ്കർ എന്തുകൊണ്ടാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറയാത്തത്? അല്ലെങ്കിൽ ഗൗരി ശങ്കർ ഇപ്പോൾ സ്വന്തമാക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ ഈ ശങ്കർ ചിലപ്പോൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, എന്നെ കല്യാണം കഴിക്കുമായിരുന്നു. അങ്ങനെ ഓരോ ചിന്തകളാണ് ഗംഗയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ശേഖരൻ വന്നിട്ട് തൻ്റെ റീൽസിനെ കുറിച്ച് ഗംഗയോട് പറയുന്നത്. അപ്പോൾ ഗംഗ ആദ്യമേ പറഞ്ഞു, എനിക്ക് ഒരു മൂഡില്ല, ഇത് ശേഖരൻ്റെ ഈ ഒരു കാര്യങ്ങൾ കേൾക്കാൻ ബോണില്ല, അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ശേഖരൻ വീണ്ടും തന്റെ റീൽസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട് ഓരോ വട്ടത്തന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഗംഗയ്ക്ക് ചെറുതായിട്ട് ചിരി വന്നു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമല വന്നത്. ഗംഗയും ശേഖരനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കമല കണ്ടു. അപ്പോൾ ഒരു ഗ്ലാസ് പാലുമായിട്ടാണ് കമല വരുന്നത്. എന്നിട്ട് നേരെ ശേഖരന് കൊടുത്തതിന് ശേഷം ഇത് അമ്മ പറഞ്ഞതാണെന്നും അമ്മ ശേഖരേട്ടനെ കൊണ്ട് തരാൻ പറഞ്ഞതാണ് എന്ന് ശേഖരനോട് പറയുകയും അത് കേട്ടതും കേൾക്കാത്ത പാതിയും ശേഖരൻ നേരെ അതെടുത്ത് കുടിച്ചു. എന്നിട്ട് കമല നന്നായി ഇപ്പൊ ജോലിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി, ഇനി നീ അടങ്ങി ഒതുങ്ങി ഇവിടെ ജോലിയൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ നോക്കി നിന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ പഞ്ഞിക്കിടും എന്നൊക്കെ നമ്മുടെ ശേഖരന്റെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ശേഖരൻ നല്ലതുപോലെ ആ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ മോന്തി നല്ല സന്തോഷമായിട്ട് നിൽക്കുവാണ്. അങ്ങനെ കമല ആ ഒരു ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ശേഖരനോട് ചോദിക്കുന്നുണ്ട്, പാലിൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശേഖരൻ ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. എന്ത് ടേസ്റ്റ് വ്യത്യാസം? അല്ല, ഞാൻ ഈ ഒരു പാലിനകത്ത് കുറച്ച് വിഷവും കൂടി കലക്കിയാണ് തന്നത്, അപ്പോൾ പിന്നെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ നമ്മുടെ ശേഖരന് മനസ്സിലായി കമല ആ ഒരു പാലിനകത്ത് വിഷം കലക്കിയിട്ടാണ് ഇത്ര സ്നേഹത്തോടെ കൊണ്ട് തന്നതെന്ന്. ഉടനെ കമല ദേഷ്യപ്പെട്ട് രണ്ട് ചീത്തയും വിളിച്ചിട്ട് നേരെ ശേഖരൻ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് ഓടി താഴോട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ എല്ലാവരും അവിടെ കൂടിയിരിക്കുകയാണ്. പിള്ളയും മുത്തശ്ശിയും പിന്നെ രാധാമണിയും മഹാദേവനും എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശേഖരൻ ഓടി വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തനിക്ക് വിഷം തന്നുവെന്നും അങ്ങനെ ഞാൻ മരിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിയും ബഹളവും ഒക്കെ ഉണ്ടാക്കി. അവസാനം ഗംഗ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും ശേഖരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ എനിക്ക് വയ്യേ, ഞാൻ ചാവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഇത് ബഹളവും പിന്നെ സംസാരങ്ങളും തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഗൗരിയും ശങ്കറും വന്നിട്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ അവിടെ വീണ്ടും ഗൗരിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രാധാമണി ശ്രമിക്കുന്നത്. കമലെ പിടിച്ചു നിർത്തിയത് ഗൗരിയാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ഒരു സംസാരങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ശേഖരൻ ഇടയ്ക്കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗംഗയെ എൻ്റെ നെഞ്ചൊക്കെ ഒന്ന് തടവിത്താ, എനിക്ക് ഞാൻ ഇപ്പം മരിച്ചു പോവും, എൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയുടെ അടുത്ത് കോഴിത്തനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശേഖരൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഗൗരി ചോദിക്കുകയാണ്, ഞാൻ കമലേട്ടത്തിൻ്റെ അടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ശേഖരന് തലറക്കം വന്നു. ശേഖരൻ തലറങ്ങി വീണു. അങ്ങനെ അഭിനയങ്ങളൊക്കെ കാണിക്കുകയും പിന്നെ അവസാനം അതിൻ്റെ പേരിൽ പെട്ടെന്ന് ഇത് ശങ്കരെ പെട്ടെന്ന് വണ്ടിയൊക്കെ എടുക്കുക, നമുക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കമല വന്നു. അപ്പോൾ കമലയോട് ഗൗരി ചോദിക്കുവാണ്, കമലേട്ടത്തി എന്താ സംഭവം? കമലേട്ടത്തി സത്യം പറ, ശേഖരേട്ടന് ഇത് വിഷം കലക്കി കൊടുത്തായിരുന്നു? ഇല്ല, ഞാൻ വിഷം കലക്കി കൊടുത്തിട്ടില്ല. ഗൗരി ബാക്കി ആര് ചോദിച്ചപ്പോഴും കമല പറഞ്ഞത് ഞാൻ വിഷം കലക്കി കൊടുത്തു, ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു തർക്കങ്ങളും വഴക്കും ഒക്കെ നടക്കുവാണ്. അപ്പൊ ഗൗരി ചോദിച്ചപ്പോൾ മാത്രം കമല സത്യം പറഞ്ഞു, ഞാൻ വിഷമൊന്നും കലക്കി കൊടുത്തിട്ടില്ല ഗൗരി, ഞാൻ വെറും പാലാണ് കൊടുത്തത്. പക്ഷെ ഇനിയും ഗംഗയുടെ പിന്നാലെ ഇയാള് ചുറ്റിത്തെരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വിഷം കലക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കമല ദേഷ്യത്തോടെ കയറി പോവാണ്. അപ്പൊ ശങ്കറിനും എല്ലാവർക്കും മനസ്സിലായി ശേഖരേട്ടന്റെ ഈ കോഴിത്തരം കാരണമാണ് കമലേട്ടത്തി ഇങ്ങനെ ഒരു പണി ശേഖരേട്ടനെ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇയാളുടെ ഈ ഒരു സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അവസാനം ദേഷ്യത്തോടെ ശങ്കറും ഗൗരിയുടെ കൈ പിടിച്ച് അകത്തോട്ട് കയറി പോവാണ്.
അങ്ങനെ എല്ലാവർക്കും എന്താണ് കാര്യമെന്ന് പിടികിട്ടി. അങ്ങനെ അവസാനം മഹാദേവൻ 2-3 ചീത്തയൊക്കെ ശേഖരനെ വിളിച്ചിട്ട് എണീപ്പിച്ച് ഓട്ടിച്ച് വിടുവാണ്. അങ്ങനെ വലിയൊരു ട്രാജഡി, വലിയൊരു 8ന്റെ പണിയൊക്കെ കിട്ടി ശേഖരൻ. അവിടെ നിന്ന് നെട്ടോട്ടം ഓടി അങ്ങ് പോവാണ്. നാണം കെട്ട് അവിടെ ഇനി തനിക്ക് നിന്നാലും ഞാൻ ഇനി അത്രയ്ക്ക് നാണം കെട്ടുപോയി, അതുകൊണ്ട് ഇനി നിന്നിട്ടും കാര്യമില്ല എന്ന് നമ്മുടെ ശേഖരന് മനസ്സിലായി. അങ്ങനെ എണീറ്റ് ഓടി പോവാണ്. അങ്ങനെ വലിയൊരു ദുരന്തം എന്ന് വിചാരിച്ച കാര്യം വലിയൊരു കോമഡി ആയിട്ട് മാറി അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ആദർശ് അവിടെ ഭയങ്കര ഒരു ആലോചനയിലാണ്. കാരണം തന്റെ അനിയത്തിയെക്കുറിച്ചും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി വന്ന് നിൽക്കുന്ന സമയത്തും മുത്തശ്ശിക്ക് ഒരു ചായയൊക്കെ കൊടുത്ത് വേണി വന്ന് നിൽക്കുമ്പോഴാണ് വേണിയോട് മുത്തശ്ശി കാര്യം പറയുന്നുണ്ട്. ആദർശ് എന്തോ ഒരു ആലോചനയിലാണ്, എന്താണ് കാര്യമൊന്ന് തിരക്കി നോക്കുക. അങ്ങനെ മുത്തശ്ശി മേനയും കൂടി പോയി ആദർശിനോട് കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ആദർശിനോട് വേണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴേ നമുക്ക് ആലോചന വരുന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് പുറത്തു കറങ്ങാൻ പോയാലോ. അപ്പോൾ ആദ്യം ആദർശ് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അവസാനം മുത്തശ്ശിയും വേണിയും കൂടി നിർബന്ധിച്ചപ്പോൾ ആദർശ് പോകാം എന്ന് പറയുവാണ്. അങ്ങനെ നീ ഒരു കാര്യം ചെയ്യ്, ആ ഒരു വീൽ ചെയർ എടുക്ക്. എന്തിനാ വീൽ ചെയറിന്റെ ഒരു ആവശ്യമില്ല, വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് ആദർശമായിട്ട് നടന്നാൽ മതി, വാക്കർ വെച്ച് നടന്നാൽ മാത്രമേ കാലിന് ബലം കിട്ടത്തുള്ളൂ. അങ്ങനെ ആദർശിനെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് നമ്മൾ വേണി. പിന്നെ എന്തൊക്കെയായിരിക്കും ചാരങ്ങാട്ട് സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും വലിയൊരു 8ന്റെ പണി കിട്ടി നാണം കിട്ടിയിരിക്കുന്ന നമ്മുടെ ശേഖരൻ, അതിന്റെ ഇടയിൽ കമലേട്ടത്തി ചെയ്തത് എന്തുകൊണ്ടും ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ശാന്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ടും ഗൗരിയുടെ പഠനം മുടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അവിടെ മഹാദേവനും രാധാമണിയുടെയും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ശങ്കറിനോട് ചെറിയൊരു പ്രണയം ഗംഗയ്ക്കുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.